നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്വദിക്കുന്ന എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചനങ്ങളാണ്. അത് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് ദൈവരാജ്യം വരുന്നുവെന്ന് നാം അറിയുന്നില്ല. അതിനെക്കുറിച്ച് 10 കന്യകകളുടെ ഉപമ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ആ ഉപമയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉള്ളത്. അതെങ്ങനെയാണ്? സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകകൾക്ക് സദൃശ്യം. അതിൽ 5 പേർ വിവേകവതികളും 5 പേർ വിവേകശൂന്യകളും ആയിരുന്നു. വിവേകവതികൾ വിളക്കെടുത്തപ്പോൾ പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു. വിവേകശൂന്യകളാകട്ടെ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയിരുന്നില്ല. മണവാളൻ വരാൻ വൈകിയപ്പോൾ ആ കന്യകമാർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാം എഴുന്നേറ്റ് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളുടെ അടുത്തു വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വിളക്ക് അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണകളിൽ കുറച്ച് ഞങ്ങൾക്കും തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരികയാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുകയും. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്ന 5 കന്യകമാർ മണവാളനോടൊപ്പം വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിക്കുകയും വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മറ്റ് 5 കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുകയില്ല. അതിനാൽ ജാഗരൂകരായിരിക്കുകയും. ഏത് നിമിഷമാണോ മണവാളൻ വരുന്നുവെന്ന് നാം അറിയുന്നില്ല. ഇതാണ് 10 കന്യകമാരുടെ ഉപമ.